നമുക്ക് പ്രതിസന്ധിയിൽ പ്രതികൂലത്തിൽ പിറുപിറുക്കാതെ സന്തോഷം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രൈസ്തലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായമാണ്. ആത്മീയ ജീവിതത്തിൽ അധികം പ്രചോദനം നൽകുകയും നമ്മളെ ഒത്തിരി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പശ്ചാത്തല ഭാഗം ഇതാണ്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ പൊന്നുകൊണ്ടുള്ളൊരു ബിംബത്തെ, ആ രാജ്യത്തെ സകല ജനവും നമസ്കരിക്കണമെന്ന രാജകൽപ്പനയിൽ യഹൂദ പുരുഷന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവർ അതിനെ നമസ്കരിക്കാതിരിക്കുകയും അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് വീഴ്ത്തുകയും ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ പശ്ചാത്തലം, 3-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം. എന്നാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ, 3-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: പിന്നെ രാജാവ് ശദ്രക്കിനും മെശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. പിന്നെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ഒന്നുമല്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി അവർ വിശ്വസ്തയോടെ അവർ അറിഞ്ഞ, അവർ സേവിക്കുന്ന, അവർ മനസ്സിലാക്കിയ ദൈവത്തിന് വേണ്ടി അവർ ഉറച്ചു നിൽക്കുവാൻ അവർ തയ്യാറായപ്പോൾ, അവർ ആശ്രയിച്ചു നിൽക്കുവാൻ അവർ തയ്യാറായപ്പോൾ ദൈവം അവരെ മാനിക്കുവാനിടയായി. നമ്മൾ പലപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ആദ്യം സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു ജോലിയിലായിക്കോട്ടെ, ശുശ്രൂഷയിലായിക്കോട്ടെ, മറ്റ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആദ്യം നമുക്ക് സ്ഥാനമാനങ്ങൾ വേണം, ആദ്യം നമുക്ക് പ്രൊമോഷൻ വേണം, ആദ്യം നമുക്ക് ശമ്പളം കൂടുതൽ വേണം. അല്ല, ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നാം നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം അവിടെ നമ്മെ മാനിക്കുവാൻ ഇടയാകും. അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. വിടുവിച്ചാൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാം എന്നുള്ളതല്ല. അല്ലെങ്കിലും ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഇവിടെ അത്രത്തോളം അവർ ആരാധിക്കുന്ന ദൈവത്തെ, അവർ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവർക്ക് അത്രയധികം ബോധമുണ്ടായിരുന്നു, അത്രയധികം ആ ദൈവത്തിനെ കുറിച്ചുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുവാനിടയായി. അത്രത്തോളം ബലം ആ ദൈവത്തിൽ അവർ കണ്ടെത്തുവാനിടയായി. അത് രാജാവിന് മനസ്സിലാകുവാനിടയായി. അതിൻ്റെ 28-ാമത്തെ വാക്യം, 3-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പനകൾ കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്നുവല്ലോ. ദൈവം തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സ്വദൂതനെ അയച്ച് വിടുവിക്കുമെന്ന് അവരെ കൊല്ലുവാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച ബാബേൽ രാജാവ് പോലും തിരിച്ചറിയുവാനിടയായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാനചിന്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായൊരു ആശ്രയമുണ്ടെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായൊരു വിശ്വാസമുണ്ടെങ്കിൽ, ആ ദൈവം സ്വദൂതനെ ഇറക്കി നമ്മുടെ ഭാരത്തിൽ നമ്മളെ വിടുവിപ്പാനിടയാകും, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ വിടുവിപ്പാനിടയാകും. അതിന് നമുക്ക് ലഭിക്കുന്ന പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ നാം ദൈവത്തോട് പിറുപിറുക്കാതെ, എന്നെ ഇതിന്ന് വിടുവിച്ചാൽ, അല്ലെങ്കിൽ എന്നെ ഇതിന്ന് പുറത്തു കൊണ്ടുവന്ന്, അല്ല, എൻ്റെ ദൈവത്തിന് അത് കഴിയും. അത് ദൈവഹിതം അല്ലെങ്കിലും ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടും. ഞാൻ മറ്റൊന്നിൽ പിറുപിറുക്കുവാനോ ഞാൻ മറ്റൊന്നിലേക്ക് തിരിയുവാനോ ഇടയാകാതെ ആ ദൈവത്തിൽ തന്നെ ഞാൻ ആശ്രയിച്ചിരിക്കുമെന്ന് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിഞ്ഞാൽ ദൈവം സ്വദൂതനെ ഇറക്കി നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് നമ്മളെ വെടിവെക്കുന്നത് നമുക്ക് അനുഭവിപ്പാൻ കഴിയും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ അതിനുശേഷം പിന്നെ അതാണ് അവർ അവിടെ അങ്ങനെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചത് കൊണ്ടല്ല അവര് തീച്ചുളയിലേക്ക് നടന്നു പോയത്. എന്നാൽ അവരുടെ വിശ്വാസത്തെയും ആശ്രയത്തെയും കണ്ട ദൈവം വിടുതൽ പ്രവർത്തിപ്പാൻ ഇടയായി.
വിടുതലിന് വേണ്ടി ഇറങ്ങി വരുവാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ദൈവത്തോടുള്ള വിശ്വാസവും ആശ്രയവും പ്രകടിപ്പിക്കുവാൻ നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ അത് പ്രകടിപ്പിക്കുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ചിലപ്പോൾ ആ 7 ഇരട്ടി ചൂട് വർദ്ധിക്കുന്നത് വരെ ദൈവം മിണ്ടാതിരുന്നു. 1, 2, 3, 4, 5 അങ്ങനെ അതിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന സമയങ്ങൾ വരെയും ദൈവം മിണ്ടാതിരുന്നു. 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. ആ തീയിലേക്ക് അവരെ തെളിയിട്ടപ്പോൾ ദൈവം സാക്ഷാൽ സ്വപുത്രൻ ദൈവപുത്രൻ തന്നെ അവരോട് കൂടെ ആ ദൈവിക ദൂതന്റെ സാന്നിധ്യത്താൽ ഇറങ്ങി വരുന്നത് അവർ അനുഭവിക്കാനിടയായി. ചിലപ്പോൾ ഒന്നാമത് അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുമ്പോഴൊക്കെ അവർക്ക് പിറുപിറുക്കുകയും അവർ വിശ്വാസം തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ അതിനകത്തൊക്കെ പിടിച്ചു നിൽക്കുകയും ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുവാൻ തയ്യാറായപ്പോൾ ദൈവിക ശക്തി അവർക്ക് ആ പ്രതിസന്ധിയിൽ അനുഭവിപ്പാൻ കഴിഞ്ഞു. പ്രതികൂലത്തിൽ ആ ദൈവിക ശക്തി അവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. അത് പിന്നത്തേതിൽ അവർക്ക് അനുഗ്രഹമായി നന്മയായി തീരുവാനിടയായി. ഇന്നത്തെ ചിന്തയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രതിസന്ധിയിൽ പ്രതികൂലത്തിൽ പിറുപിറുക്കാതെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ദൈവാശ്രയത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ദൈവിക ദൂതന്റെ ദൈവിക ശക്തിയുടെ ബലം നമുക്ക് നമ്മുടെ ജീവിത ഭാരങ്ങൾ അനുഭവിപ്പാൻ കഴിയും. അത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.